സിമെന്റിന്റെ പകരം നമ്മൾ ഈ വീട്ടിൽ ഫുള്ളി യൂസ് ചെയ്തിട്ടുള്ളത് ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ് കേട്ടോ. ഹലോ ഗൈസ്, സോ ഇന്ന് നമ്മൾ എങ്ങോട്ടാ വന്നിരിക്കുന്നത് പറയാം. നമ്മളെ പുതിയ വീടിന്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. സോ നമ്മളിന്ന് വീടിന്റെ പണി കാണാൻ, എന്തൊക്കെയാണ് പണി നടക്കുന്നത്, എന്തൊക്കെയാണ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത് കാണാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ. നമ്മളെ വീട് മാത്രമല്ല കേട്ടോ, ഇതാ നമ്മുടെ എളാപ്പാന്റെ വീട് അപ്പുറത്ത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് വീടും പാടെ ഒപ്പാണ് പണി നടക്കുന്നത്. സോ നമുക്ക് ബാക്കിയൊക്കെ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാം. വീട് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ ആയിട്ടോ നമ്മുടെ ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. മുകളിൽ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് പണിക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇത് അതേപോലെ സുഖമായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പണി എടുക്കുന്ന സൗണ്ടൊക്കെ കേട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ലായിരിക്കും. സോ ഇതാണ് നമ്മുടെ വീടിൻ്റെ നിസ്കാല റൂം എന്ന് പറയില്ലേ, പ്രയർ ഹാള്. ഇതാണ് നമ്മുടെ വീടിൻ്റെ പ്രയർ ഹാൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ വീട്ടിൽ ഫസ്റ്റത്തെ റൂമാണ് കേട്ടോ. അതായത് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ റൂം, എൻ്റെ പാരൻസിൻ്റെ റൂം. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? ഇതാണ് എൻ്റെ വീട്ടിലെ സെക്കൻഡ് റൂം. ഈ റൂം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും ഉള്ള റൂമൊന്നുമല്ല കേട്ടോ. ആർക്കും ആണെങ്കിലും വന്ന് കിടക്കുക. ഇനിയിപ്പോൾ ഇൻ കേസ് ഗസ്റ്റ് ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഗസ്റ്റൊക്കെ വരുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കിടക്കാനുള്ള റൂമാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ വരാം. അടുത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകണം എന്താണെന്നറിയോ, എൻ്റെ മമ്മീസ് വേൾഡ്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അടുക്കള. ഇതിൻ്റെ പണിയൊക്കെ മൊത്തം കഴിഞ്ഞിട്ടാണ് എൻ്റെ അമ്മാനെ കൊണ്ട് ഇവിടെ ബിരിയാണി വപ്പിക്കാൻ എനിക്ക്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള്. അടുക്കളയിൽ നിന്ന് നമുക്ക് നേരെ വരുന്നത് ഡൈനിങ് ഹാളിൽ കാണട്ടോ. അതുകൊണ്ട് എന്താ എളുപ്പമായില്ലേ, മീൻ പൊരിച്ചൊക്കെ എൻ്റെ അമ്മക്ക് വേഗം കൊടുത്തിട്ട് ചൂട് കൊടുക്കാനെ കിട്ടരാ. വീടിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് എത്തുന്ന സമയത്ത് കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത് കൂടാതെ തന്നെ മുകളിൽ ഒരുപാട് വയറുകൾ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അത് നമ്മൾ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സീലിംഗിൽ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രീഷ്യൻ തൂക്കിയിട്ടിരിക്കണത്. ഇനിയിപ്പോൾ മുകളിലുള്ള ഈ ഒരു റൂമില്ലേ, ഇത് വലിയൊരാളുടെ റൂമാണ് കേട്ടോ. ആരതാന്ന് മനസ്സിലായില്ലേ? ഇൻ്റെ തന്നെ. ഇത് പണി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും എന്നാണ് ഇവിടുത്തെ എൻ്റെ എൻജിനീയർ പറഞ്ഞത്. അടിപൊളിയായിരിക്കും, ഞാൻ ഒരു രക്ഷയില്ലാണ്ടാണ് ആക്കി തരാമെന്നാണ് ആള് പറഞ്ഞത്. ഇവിടെ ഈ വൈറ്റ് കളറില്ലേ, ഇത് നമ്മൾ ചുമരുമ്പ് ചെയ്തിട്ടുള്ളത്, ഇതാ ഫുള്ള് ചെയ്തിട്ടുള്ളത് ജിപ്സം പ്ലാസ്റ്ററിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് സിമെൻറ്റിൻ്റെ പകരം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സംഭവം തേക്കുക. പുട്ടിയുടെ ആവശ്യം പോലും ഇല്ല എന്നാണ് ഇതിൻ്റെ ആൾ പറയുന്നത്. കാരണം അത്രക്കും പെർഫെക്റ്റ് ആയിട്ടാണ്, അത്രക്കും പെർഫെക്ഷനോടെയാണ് ഈ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വീട് കാണാൻ ഇപ്പം എന്തുണ്ട്, നല്ല വൃത്തിയുണ്ട്. നമുക്കിനി സീലിംഗ് വർക്കും അതുപോലെ തന്നെ നിലം പണിയൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആക്കാനുള്ളത് കൊണ്ട് തന്നെ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും പുട്ടിയുടെ പണിയൊക്കെ ഈ മുകളിൽ ചെയ്യുന്ന സമയത്ത് ഒന്നും ടൈലുമൊക്കെ വീണിട്ട് ടൈലുമൊക്കെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ ഒരു കവറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് നമ്മൾ ടൈലിൻ്റെ ഈ ഒരു കാർഡ്ബോർഡ് പീസുകൾ ഇട്ട് വച്ചിട്ടുള്ളത്, കൂടുതൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ വീടിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് പണി കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ഒരു അടിപൊളി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുവരെ ബൈ.